വന്യമൃഗ ശല്യങ്ങളുടെ അക്രമം കൊണ്ട് ജനങ്ങൾ മരണപ്പെടുകയാണ്. അതിനെതിരെ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചപ്പോൾ അദ്ദേഹത്തെ ജയിലിലടച്ച് അദ്ദേഹത്തെ കാലാകാലം ജയിലറയിൽ പാർപ്പിക്കാമെന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൂഢാലോചനയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയോടുകൂടി പൊളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയം, ഈ കോടതി വിധി ഞങ്ങൾ ബഹുമാനപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. DMKയുടെ ഒരു വിജയം കൂടിയല്ലേ? ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു വിജയമായി ഇതിനെ കാണുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ഈ പ്രയാണം ആരംഭിക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ പിന്തുണയാണ്. കള്ളക്കേസാണെന്നുള്ളപ്പോൾ നിങ്ങൾ പറയുന്നത് 100% കള്ളക്കേസാണല്ലോ. LDF കൺവീനർ PT രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട LDF കൺവീനർ പറഞ്ഞല്ലോ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അൻവറിനെ കൊടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗമുണ്ടോ എന്ന് അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ് കിട്ടിയ ഒരു അടി എന്ന മാതിരി ഈ ഒരു അവസരം കിട്ടിയത്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട SP നിലമ്പൂർ സ്റ്റേഷനിൽ വന്ന് 2-3 മണിക്കൂർ ചെലവഴിച്ച് അത് ഏതെല്ലാം പഴുതുകൾ അടിച്ചുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി 100% ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ൽ 4 മണിക്കൂർ മുന്നേ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. 47 ഇന്നലെ ഉച്ചയ്ക്ക് 12:47 4 പ്രതികളെ കസ്റ്റഡിയിലെടുക്കുക. അതും ഞങ്ങൾ നടത്തിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിൽ നടത്തിയ ആ പ്രതിഷേധ സമരത്തിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയത്. ആ 12:47 പിടിച്ചവർ ഇവരെ പേര് പോലും FIR-ൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു ഗൂഢാലോചനയല്ലായിരുന്നു. FIR-ൽ രേഖപ്പെടുത്താവുന്ന ഗൂഢാലോചനയായിരുന്നു. അപ്പോൾ ഇതിലൊന്നും സാധാരണ ജനങ്ങൾ പ്രവർത്തന പ്രശ്നമല്ല. അൻവർ MLA ഏതെങ്കിലും രീതിയിൽ കൽത്തുറങ്കലിലടക്കാൻ, കാലാകാലം കൽത്തുറങ്കലിലടക്കാൻ ഏത് മാർഗമെന്നാണ് ഈ ഗവൺമെൻറ് ആരാഞ്ഞത്. പക്ഷേ അതിന് ഈ ഗവൺമെൻറ്റിന് കിട്ടിയ വമ്പിച്ച തിരിച്ചടിയാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട കോടതി വിധി. വളരെ ആസൂത്രിതമായ ഒരു ആക്രമണം ഉണ്ടായതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒക്കെ വാദം. ഒരിക്കലും എങ്ങനെ ആസൂത്രിതമായ ആക്രമണം ഉണ്ടാകും? അദ്ദേഹം 2-3 ദിവസം മണ്ഡലത്തിൽ ആരംഭിച്ച ജാഥ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ആദിവാസി സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തുമായി വ്യക്തിപരമായി ബന്ധമുള്ള ആളും കൂടിയാണ് മണി. ആ മണിയുടെ മരണത്തോട് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ജാഥ അവസാനിപ്പിക്കുകയും 12 മണിക്കൂറായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സംഭവ സ്ഥലത്ത് വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മത്സരം രേഖപ്പെടുത്താനോ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനോ വൈകിയത് കൊണ്ട് സ്വാഭാവികമായി DFO ഓഫീസിലേക്ക് വന്ന് DFO ഇവിടെ വന്നതിന് ശേഷം പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തോട്ടൊന്ന് മാറി നിന്നപ്പോൾ പ്രവർത്തകർ സ്വാഭാവിക പ്രതിഷേധം. ഇപ്പോൾ IC ബാലകൃഷ്ണൻ്റെ ഓഫീസിലേക്ക് ഒരു പോലീസുകാരൻ്റെ കൈത്തിന് പിടിച്ചിട്ട് ഇതുവരെയും വിട്ടിട്ടില്ല. 1/2 മണിക്കൂറായി ഒരു DYFI ഗുണ്ട പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയും വിട്ടിട്ടില്ല. IC ബാലകൃഷ്ണൻ്റെ ഡോറ് തല്ലിപ്പൊളിക്കുന്നു. അത് ക്രിമിനൽ ഗുണ്ടകളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിമിനൽ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പണി LDF-നും CPM-നും ഉള്ള നിരന്തരമുള്ള പണിയാണ് അവരുടെ. ഞങ്ങൾ അവിടെ ഒരിക്കലും ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയോ ഒരു ആസൂത്രിതമായ ഒരു അക്രമം നടത്താനോ ചെന്നവരല്ല. സ്വാഭാവികമായുണ്ടായ പ്രതിഷേധം അവിടെ പുറത്ത് കിടന്ന ഒരു പ്ലാസ്റ്റിക് കസേര പൊട്ടി, അത്ര ഉണ്ടായിട്ടുള്ളൂ. ഈ അൻവറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കോൺഗ്രസും ലീഗും ഒക്കെ ഈ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആളുകളുടെ പിന്തുണ എന്ന് വെച്ചാൽ അൻവർ ഉയർത്തിയ ഈ സന്ദേശം, അൻവർ ഉയർത്തിയ ഈ മെസ്സേജ് സാധാരണ ജനങ്ങളുടെ പ്രയാസത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. പിന്നെ ഒരു MLA-ക്ക് കിട്ടേണ്ട പ്രിവിലേജ് പോലും ഇല്ലാതെ ഒരു MLA വീട് വളഞ്ഞ് ആക്രമിക്കുക, അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമല്ലോ. ഈ രാജ്യത്ത് ഇങ്ങനെ ഇതെന്താ? ഇതിനു മുമ്പ് ഏതെങ്കിലും MLA-മാരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? രാത്രി 10-100ഓളം വരുന്ന പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും നിന്ന് അദ്ദേഹം മാന്യമായി, അദ്ദേഹത്തിനൊരു തലകറക്കവും ഉണ്ടായിരുന്നില്ല. ഞാൻ 7:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്, അദ്ദേഹത്തിന് ആക്ച്വലി സുഖമില്ലായിരുന്നു, അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഞാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ പോലീസും അദ്ദേഹം മാന്യമായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ കർമ്മം നിർവഹിച്ച് പോലീസുകാരുടെ ഒപ്പം മാന്യമായി ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒരു തലകറക്കം അഭിനയിച്ചില്ല. അവിടെ പ്രതിസന്ധി സമയത്തുണ്ടായ UDF-ൽ നിന്നുള്ള ഈ പിന്തുണ വരും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഉപകാരപ്പെടില്ലേ? വരും രാഷ്ട്രീയ കാര്യങ്ങളിലെ നിലപാടിനെ കുറിച്ച് പറയാൻ നമ്മളാളല്ല. അതൊക്കെ UDF നേതൃത്വവും നമ്മളും കൂടി എടുക്കേണ്ട തീരുമാനം. UDF നേതൃത്വം നമ്മൾ അങ്ങനത്തെ ഒരു നിലപാടല്ല, ഇതൊരു രാഷ്ട്രീയ. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിജയമായി തന്നെ DMK പ്രവർത്തകർ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇനി PV അൻവറിന്റെ ജയിൽ മോചനം അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്.